ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് വാല്യൂ ആഡഡിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷെയർ ഹോൾഡർ വാല്യൂ മെഷർ ചെയ്യുന്നതിനുള്ള 3 അപ്രോച്ചസ് ആയിരുന്നു. ദെൻ ഇന്ന് നമ്മൾ പറയുന്നത് ഷെയർ ഹോൾഡർ വാല്യൂ മെഷർ ചെയ്യാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ടൂൾസ് ഉണ്ട്. എക്കണോമിക് വാല്യൂ ആഡഡും മാർക്കറ്റ് വാല്യൂ ആഡഡും. അതിൽ എക്കണോമിക് വാല്യൂ ആഡഡ് എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എക്കണോമിക് വാല്യൂ ആഡഡ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് EVA എന്ന് പറയുന്ന ടൂള് പോപ്പുലറൈസ് ചെയ്ത് സ്റ്റേൺ സ്റ്റെവാർട്ട് കൺസൾട്ടിംഗ് ഓർഗനൈസേഷനാണ്. ഇതൊരു വാല്യൂ ബേസ്ഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷറാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എക്കണോമിക് വാല്യൂ ആഡഡ്. സാധാരണ നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് അവരുടെ പ്രോഫിറ്റ് നോക്കിയിട്ട് ആയിരിക്കും, അല്ലെങ്കിൽ നെറ്റ് ഇൻകം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് മെഷർ ചെയ്യാറുള്ളത്. ഇവിടെ വാല്യൂ ബേസ്ഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ എന്ന് പറയുമ്പോൾ നെറ്റ് ഇൻകം മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, അതോടൊപ്പം ആ ബിസിനസ് ഓർഗനൈസേഷന് മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ക്യാപിറ്റൽ ചാർജും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് വാല്യൂ മെഷർ ചെയ്യുന്നത്. സോ EVA എന്ന് പറയുന്നത് ഒരു വാല്യൂ ബേസ്ഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷറാണ്. സോ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഏർണിങ്സ് എന്ന് പറയുന്നത് അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ വാല്യൂ അഡീഷൻ ഉണ്ടായിട്ടുണ്ടെന്നും, അല്ല എന്നുണ്ടെങ്കിൽ വാല്യൂ ഡിസ്ട്രക്ഷൻ ആണ് ഉണ്ടാവുക എന്നുമുള്ളതാണ് ഇവിടുത്തെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ആക്ച്വൽ റിട്ടേൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ വാല്യൂ അഡീഷൻ ഉണ്ടായി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ്റെ ആക്ച്വൽ റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ്. ആ 10% റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തുള്ള ക്യാപിറ്റലിനെ അവർക്കൊരു 8% കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ 8% കോസ്റ്റ് കുറച്ചിട്ട് ബാക്കി എത്രയാണോ റിട്ടേൺ ഉള്ളത് അത് ഷെയർ ഹോൾഡേഴ്സിന്, റിയൽ ഓണേഴ്സിനുള്ളതായിരിക്കും. സോ അവിടെ നമുക്ക് വാല്യൂ അഡീഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. അതേസമയം 8% കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് ഓൺലി 5% റിട്ടേൺ ആണ് ഏൺ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ വാല്യൂ ഡിസ്ട്രക്ഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാം. സോ അതാണ് EVAൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ അബ്സല്യൂട്ട് എമൗണ്ട് ഓഫ് ഷെയർ ഹോൾഡർ വാല്യൂ ക്രിയേറ്റഡ് അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആണ് EVA മെഷർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എത്രയാണോ വാല്യൂ അഡീഷൻ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ വാല്യൂ ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് അബ്സല്യൂട്ട് എമൗണ്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് EVA എന്നുള്ള ടൂൾ യൂസ് ചെയ്തുകൊണ്ട്. സോ EVA നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസ് സബ്സ്ട്രാക്റ്റഡ് വിത്ത് എ ക്യാപിറ്റൽ ചാർജ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് ക്യാപിറ്റൽ ചാർജ് കുറച്ചാൽ കിട്ടുന്നതിനെയാണ് EVA എന്ന് പറയുന്നത്. സോ EVA നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് ക്യാപിറ്റൽ കോസ്റ്റ്. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ടാക്സ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് കുറച്ചിട്ടാണ്, ദാറ്റ് മീൻസ് എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചിട്ടാണ് ടാക്സ് കുറക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എബിറ്റ് എടുക്കും, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറക്കുന്നതിന് മുന്നേ നമ്മൾ ടാക്സ് കുറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്നതിനെയാണ് ഇവിടെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. നോർമൽ കേസിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചതിന് ശേഷമാണ്. പക്ഷേ EVA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് ആണ് കുറക്കുന്നത്, അവിടെ ഇൻട്രസ്റ്റ് കുറക്കാതെ ടാക്സ് കുറക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ കോസ്റ്റാണ്. നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത് ബോറോഡ് ഫണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ആ ബോറോവിങ്സിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ചാർജാണ്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഈ ക്യാപിറ്റൽ കോസ്റ്റിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അത് പിന്നീട് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നിന്ന് കുറക്കുന്നതായിട്ട് കാണിക്കാൻ പാടില്ല. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ
ടാക്സ് ആണ് ഇവിടെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ സപ്പോസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് പകരം നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനോടുകൂടെ നെറ്റ് ഇൻട്രസ്റ്റ് ആഫ്റ്റർ ടാക്സ് ആഡ് ചെയ്തിട്ടാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് രണ്ട് തരത്തിൽ കാണാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ്. അതല്ല നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടി. ദെൻ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാം. ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും, ലോൺസ് ഉണ്ടാവും, ഡെപ്റ്റ് ഉണ്ടാവും. ഇത്തരത്തിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ അതുമ്പോൾ നമ്മൾ ചില കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ലോൺ ആണെങ്കിൽ നമ്മൾ അതുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. സോ അത്തരം ക്യാപിറ്റൽ കോസ്റ്റ് കൂടി ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ EVA എന്ന് പറയുന്നത്. സോ ആ ഒരു ക്യാപിറ്റൽ കോസ്റ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻറ്റു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്താൽ മതി. സോ ക്യാപിറ്റൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് EVA എന്ന് പറയുന്നത്. ഇനി മറ്റൊരു തരത്തിൽ EVA കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അതായത് ആക്ച്വൽ റിട്ടേണിന്ന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറച്ചിട്ട് കിട്ടുന്ന ബാലൻസ് പെർസെൻറ്റേജ് ക്യാപിറ്റൽ എംപ്ലോയ്ഡുമ കാൽക്കുലേറ്റ് ചെയ്താലും EVA തന്നെയാണ് കിട്ടുന്നത്. സോ അങ്ങനെയും നമുക്ക് ചെയ്യാം. അതൊരു ഡിഫറെൻറ്റ് മെത്തേഡാണ്. നമുക്ക് അവൈലബിൾ ആയുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ്സ് 1 lakh ആണ്. റിട്ടേൺ ഓൺ അസറ്റ് 30%, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. സോ ഇവിടെ നമുക്ക് EVA കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം EVA കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷന് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് ക്യാപിറ്റൽ കോസ്റ്റ്. സോ നമുക്ക് ആദ്യം നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാണണം. ഇവിടെ തന്നിട്ടുള്ള ഇൻഫോർമേഷനിൽ പറയുന്നുണ്ട് ടോട്ടൽ അസറ്റ്സ് 1 lakh ആണ്. റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്നത് 30% ആണ്. സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 1 lakhൻ്റെ 30% ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 30,000. ദെൻ ക്യാപിറ്റൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്. ടോട്ടൽ അസറ്റ് ഓർ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് 1 lakh ആണ്. സോ ആ 1 lakhൻ്റെ 10% എന്ന് പറയുന്ന 10,000 ആയിരിക്കും ക്യാപിറ്റൽ കോസ്റ്റ്. സോ 30,000ൽ നിന്ന് 10,000 കുറച്ചാൽ കിട്ടുന്ന 20,000 ആണ് ഇവിടെ EVA വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ റിട്ടേൺ 30,000 കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ക്യാപിറ്റൽ കോസ്റ്റ് ആണ് 10,000. അത് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന 20,000 എന്ന് പറയുന്നത് EVA ആയിരിക്കും. ഇനി സെക്കൻഡ് മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞു, റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? EVA ആണ്. സോ ഇവിടെ റേറ്റ് ഓഫ് റിട്ടേൺ 30% ആണ്. അപ്പോൾ 13 മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10, ദാറ്റ് ഈസ് 20%. ആ 20% ഓൺ 1 lakh കണ്ടാൽ കിട്ടുന്നതും 20,000 തന്നെയായിരിക്കും. ഇത്രയേ ഉള്ളൂ EVA കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ EVA കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 1-2 പ്രോബ്ലംസും കൂടി നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയിട്ടെന്ന് കരുതുന്നു. താങ്ക് യു.